സ്വതന്ത്രനായി മത്സരിച്ച് മുന്നണികളെ മലർത്തിയടിച്ച മണ്ണിൽ ഇനി അംഗത്തിനിറങ്ങുന്നത് ഭാര്യ. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ 32-ാം വാർഡായ കോതോളിലാണ് വ്യത്യസ്തമായ ഈ അംഗം. നിലവിലെ കൗൺസിലർ സദാനന്ദൻ കോട്ടീരിയുടെ ഭാര്യ ജയ സദാനന്ദനാണ് ഇത്തവണ സ്വതന്ത്ര വേഷത്തിലെത്തുന്നത്. ഡിസംബർ 11-ാം തീയതിയാണ് ഇലക്ഷൻ. അപ്പൊ എല്ലാവരും നേരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ജയ സദാനന്ദനാണ് മത്സരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പിന്തുണയും വോട്ടും നൽകി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിക്കണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെ എല്ലാം അമ്പരപ്പിച്ച വിജയമായിരുന്നു അന്നത്തെ 31-ാം വാർഡായ കോതോളിൽ സദാനന്ദൻ കോട്ടീരിയുടേത്. 217 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. ആകെ വോട്ടർമാരുടെ പകുതിയിലധികം വോട്ട് നേടിയാണ് അന്ന് സദാനന്ദൻ 3 മുന്നണികളെയും ഒരുപോലെ വിറപ്പിച്ചത്. 5 വർഷങ്ങൾക്കിപ്പുറം വാർഡിന്റെ ഭൂമിശാസ്ത്രം ആകെ മാറി. ജനറൽ ആയിരുന്ന വാർഡ് വനിതാ സംഭരണമായി. അങ്ങനെ ഇക്കുറി 32-ാം വാർഡായ കോതോളിൽ സദാനന്ദൻ സ്വന്തം ഭാര്യ ജയ സദാനന്ദനെ അംഗത്തിനിറക്കാൻ തീരുമാനിച്ചു. കോതോളിൽ ഇക്കുറിയും ചതുഷ്കോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരായി ഭാര്യയെ അംഗത്തട്ടിലിറക്കിയതിന് കാരണം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊപ്പം വാർഡിന്റെ സമഗ്ര വികസനം കൂടി ലക്ഷ്യം വെച്ചാണെന്ന് സദാനന്ദൻ കോട്ടീരി പറഞ്ഞു. കഴിഞ്ഞ തവണ 3 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സദാനന്ദൻ കോട്ടീരി മത്സരിച്ചത്, വിജയിച്ചത്. അതുപോലെ തന്നെ ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരരംഗത്ത് പ്രവേശിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാ മുന്നണികളുടെയും മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് വാർഡിൽ നിലവിലുള്ള 922 വോട്ടർമാരും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ഈ വാർഡിൻ്റെ വികസനം സാക്ഷാത്കരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിനാവശ്യമായ പിന്തുണ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭർത്താവിന്റെ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തമാണ് തന്നെയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിച്ചതെന്ന് ജയയും പറഞ്ഞു. വാർഡിന്റെ വികസന സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ് ലക്ഷ്യമെന്നും ജയ സദാനന്ദൻ. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ജയിച്ചു പോരണം. അപ്പോൾ അതിനുള്ള പിന്തുണയും സപ്പോർട്ടും ഒക്കെ തരണം. നല്ല സപ്പോർട്ടും കേട്ടോ. സദാനന്ദൻ കോട്ടീരി എന്ന വ്യക്തിയുടെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി കുറേ വികസനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ജനങ്ങളൊക്കെ സപ്പോർട്ട് തന്നെയാണ്, എല്ലാവരും നല്ല പ്രതീക്ഷയാണ് തന്നെയാണ്. 2020-ൽ 922 വോട്ടർമാരുണ്ടായിരുന്ന വാർഡിൽ LDF 144-ഉം UDFന് 134-ഉം BJP 100 വോട്ടുകൾ നേടിയിരുന്നു. ഇത്തവണ ജയയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയായതോടെ കടുത്ത ചതുഷ്കോണ മത്സരമാണ് കോതോളിൽ നടക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളായി LDFൽ നിന്നും അഡ്വക്കേറ്റ് സുപ്രിയ മനോജ്, UDFൽ നിന്നും സുഹറാപ്പി, BJPയിൽ നിന്നും ഷീല എന്നിവരാണ് മത്സരിക്കുന്നത്. ശക്തമായ വെല്ലുവിളി ഉയരുന്ന തെരഞ്ഞെടുപ്പിൽ ഭർത്താവിന്റെ ജനപിന്തുണയും വികസനങ്ങളും വിജയമൊരുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജയ സദാനന്ദൻ. ന്യൂസ് 18 തിരൂർ.